ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തി, ഒരിക്കലും റമളാന്റെ പകലിനെ പറ്റി ഒരു പ്രയാസപ്പെടുത്തുന്ന ധാരണ കൽബിൽ വരാൻ പാടില്ല. പടച്ചോനെ, ഇനി 10-30 ദിവസം കഞ്ഞി കിട്ടൂലല്ലോ, ഉച്ചക്ക് ചോറും കൂട്ടാനും കിട്ടൂലല്ലോ, എന്നേക്കും ഇതൊന്ന് തീർന്നിട്ടുക തുടങ്ങിയല്ലോ, ഇനിയിപ്പോ ഒരു ഹോട്ടലും കയറിയ മനുഷ്യന്മാര് കാണൂലേ, ഇതൊന്നും ചിന്ത വരാൻ പാടില്ല. അങ്ങനൊക്കെ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ട് എല്ലാരും ചെയ്യുമ്പോ ഞാനും ചെയ്യാനാണെങ്കിൽ കിട്ടൂല. അത് കിട്ടണമെങ്കിൽ 2 ഷർത്തുണ്ട്. ഒന്ന് വിശ്വസിച്ച് ചെയ്യണം, രണ്ടാമത്തെ ഒന്ന് തികഞ്ഞ ഇഖ്ലാസാണ്. ഇത് വന്നതിന്റെ പേരിൽ ഒരു വിഷമവുമില്ല മനസ്സിൽ. അതിനൊരു ഭാരമായി കരുതരുത്, അതൊരു ദീർഘിച്ചതാണ് എന്ന് കരുതരുത്. തറാവീഹ് നിസ്കാരത്തിനും മഗ്ഫിറത്ത് ലഭിക്കും. ചെറുദോഷങ്ങളെ കൊണ്ടാ, ചെറുദോഷങ്ങളാണ് അമലുകളെ കൊണ്ട് പൊറുക്കുന്നത്, വൻദോഷമല്ല. ചെറുദോഷങ്ങൾ അല്ലാഹ് അമലുകളെ കൊണ്ട് പൊറുത്തു തരണമെങ്കിൽ തന്നെ അതിന് ഇഹ്തിസാബ് വേണം. ഒന്നാമത്തെ റക്അത്തിൽ കൈകെട്ടിയപ്പോ ചിന്ത വന്നു, പടച്ചോനെ, കഴിഞ്ഞൊല്ലത്തെ ഇമാം 8:30 തുടങ്ങിയിട്ട് 9:15 20 തീർന്നിരുന്നു. ഇയാള് പതുക്കെയാണ് പോകുന്നത്, എന്നാ അതൊക്കെ തീർന്നിട്ട 2 റക്അത്തായപ്പോഴേക്ക് നിന്റെ മുഖം വാടി, നീ ഒന്ന് ഹറമിലേക്ക് പോകൂ. 1.5 മണിക്കൂർ നീണ്ട ജമാഅത്തിൽ 90 വയസ്സുള്ള അറബികളൊക്കെ ഇരിക്കാതെ വടിയും കുത്തിപ്പിടിച്ച് ഖിയാമിലായി നിന്നിട്ട് തറാവീഹ് ആസ്വദിക്കുന്നു. 20 നിസ്കരിച്ചിട്ടവര് മടങ്ങുന്നു. എത്ര ദീർഘിച്ച തറാവീഹാണ്, അവർക്ക് പരാതിയില്ല. ഒരു ദിവസം വന്നതുകൊണ്ട് മറ്റൊരു ദിവസം മുടങ്ങുന്നില്ല. അവര് വരാതുമ്പോ ആരെങ്കിലും അത് കേസ് കൊടുക്കുകയില്ല. അപ്രായത്തിലും അങ്ങനെ വന്ന് നിസ്കരിക്കുന്നത് വഹ്തിസാബാ. സുഹൃത്തുക്കളെ, കുറച്ച് നിസ്കരിച്ച് മടുപ്പ് തോന്നരുത്. ഏക്കറക്കണക്കിന് തിന്നിട്ട് ഉറക്കം തൂങ്ങരുത്. ഇഷ്ടം പോലെ വാരി വെട്ടി മുണുങ്ങിയിട്ട് 4ഉം 5ഉം 6ഉം റക്അത്താകുമ്പോ കുത്തർന്ന് തൂങ്ങരുത്. പിന്നെ പോയി പള്ളിന്റെ ചെരുവിലൂടെ കടന്നുറങ്ങരുത്. ഉമ്മമാരെ, നിസ്കാര കുപ്പായത്തിലായി വീണു പോകരുത്. അങ്ങനെ പൊരെ പോയി നോക്കുമ്പോ എല്ലാ ദിവസവും പരാതി. അങ്ങനെ എന്ത് ക്ഷീണായപ്പോ 4 റക്അത്ത് നിസ്കരിച്ച് ഞാൻ അവിടെ കടന്നു. എന്തിനാ ക്ഷീണം? വിറക് കൊത്താണ്ടോ? എവിടെ കൊത്തുന്നു? എന്തിനാ വിറക് കൊത്തിന്? ഇപ്പൊ അതല്ലേ ഇപ്പത്തെ അടുപ്പറൊക്കെ അടുപ്പല്ലേ, പുകയില്ല അടുപ്പുകളല്ലേ. പുകയില്ലാത്ത അടുപ്പുള്ള ഏതൊരു സ്ഥലം ഉണ്ടാകും ഇപ്പൊ? എവിടെ ഉണ്ട്? എല്ലാ മുക്കിലും മൂലയിലും അള്ളിയിലും ഉള്ളിയിലൊക്കെ ഉണ്ട്. എല്ലാ കുണ്ടിയിലും ഉണ്ട് അടുപ്പ്. എവിടെ ഇല്ലാത്ത? എല്ലായിടത്തും ഉണ്ട്. വെള്ളം കോരണോ? വേണ്ട. ഇനി ചരമാന്തിമേൽ ഇരുന്നിട്ട് കുറെ നേരം ഊര കെടുത്തിട്ട് അതിങ്ങനെ ചെറുക്കണോ? അത് അമ്മിക്കുട്ടിമേൽ ഇട്ടിട്ട് അരക്കണോ? ഇത്ര വലിയ സ്വർഗ ജീവിതം അല്ലാഹു തആല മുൻഗാമികൾക്ക് കൊടുത്തോണു ഉമ്മമാരെ. പിന്നെ എന്താണ് ഈ ക്ഷീണം തന്നത്? ഇത് ഭക്ഷണം കഴിച്ച ക്ഷീണാണ്, വേറെ ഒരു ക്ഷീണവുമില്ല എന്ന് പറഞ്ഞാൽ. അഥവാ പൊറാട്ട ഉണ്ടെങ്കിൽ ആണുങ്ങളൊക്കെ പറയും പൊറാട്ട പെണ്ണുങ്ങൾക്കാണ്. അപ്പൊ പെണ്ണുങ്ങൾ വിചാരിച്ചു ആണുങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് മോശമാക്കാൻ പറ്റില്ല, ഒരു 5-6എണ്ണെങ്കിലും തിന്നിയില്ലെങ്കിലും മോശമാണെന്ന് കരുതും. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 7എണ്ണെങ്കിലും തിന്നുക എന്ന് കരുതി 7 പൊറാട്ടയും ഒരു 11 പത്തിരിയും. വിത്തറിന്റെ റക്അത്തിന്റെ എണ്ണം കണ്ട ഒരു 11 പത്തിരി. അങ്ങനെ പത്തിരി ചെറുതല്ലേ. ഇതോടൊക്കെ കൂടെ പോയി നോക്കുമ്പോഴേക്കും പട്ടാളപ്പള്ളിന്റെ മിഹ്റാബ് പോലെയായി ഇവന്റെ പള്ളൊന്നായിട്ട്. ചില ആൾക്കാർ കണ്ടിരിക്കുന്നത് റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കാൻ ഇങ്ങനെ വരും. അല്ലാഹു അക്ബർ, എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ ഓർക്കാറില്ല. ഓലിങ്ങനെ നിന്നിട്ട് വല്ലാത്ത ഇടങ്ങേറ്. ഓർക്ക് ഫാത്തിഹയും അലന്തരം തീരാഞ്ഞിട്ട് ഓലിങ്ങനെ ഇടങ്ങേറ് നിൽക്കാണ്. വേറെ ആരോ കണ്ടു വിചാരിച്ചപ്പോൾ ഇങ്ങനെ ഖുശൂ ഇങ്ങനെ താങ്ങി നിൽക്കാണ്. ഖുശൂ താങ്ങിക്കല്ലത്, ഇടങ്ങേറോട് നിൽക്ക. പാകത്തിന് കഴിച്ചാൽ മതി. അറബികളെ കണ്ട് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാടാണത്. ഹറമിൽ നോമ്പുറക്കാൻ വേണ്ടി ഇരുന്നോക്കി, എത്ര ചെറിയ ഭക്ഷണമാണ്. ഒറ്റൊന്നും വരെ പോണില്ലല്ലോ. ഓല് ഒരു അൽമറായിന്റെ ഒരു തൈരുണ്ടാവും, ഒരു കുപ്പി തൈര്, അതാണ് കുടിക്കുക. ഒരു 2 ഗ്ലാസ് സംസം വെള്ളവും ഒരു 4 ചുള കാരക്കയും പിന്നെ എന്തെങ്കിലും സമൂസ ഒരു പൊരി ഉണ്ടാവും. നമ്മളങ്ങനല്ല. നമ്മളൊക്കെ അതിന്റെ എണ്ണം 3-ൽ അവസാനിപ്പിച്ചിട്ട് നിൽക്കും. നമ്മൾ അപ്പോഴാ അതിന്റെ അഫ്ളൽ നമുക്ക് അപ്പോഴാ മനസ്സിലാക്കാം. വെള്ളം ആദ്യം ഒരു പിന്നെ കാരക്ക ഒരു 3 എണ്ണം. കാരക്ക കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ ഒരു ചീളും മതി. ഈത്തപ്പയാണെങ്കിൽ ഒരു 3 എണ്ണം പോന്നോട്ടെ, ആ ടേസ്റ്റിൽ 3 എണ്ണം. പിന്നെ ഒരു വലിയ ഗ്ലാസ്സിന് ജ്യൂസ് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ലൈം ജ്യൂസ്. പിന്നെ തരിക്കഞ്ഞി
പിന്നെ പായസം ഉണ്ടെങ്കിൽ അതും എത്രയായി. പിന്നെ ഇതിന്റെ ഒക്കെ പുറമെ പിന്നെ ഈ ചപ്പാത്തി, പൊറാട്ട, പത്തിരി, നൂൽപുട്ട്, ഇപ്പൊ അതിന്റെ പുറമെ വേറെ കുറെ ബുഖാരി മുസ്ലിം പറഞ്ഞ കുറെ ചോറ് ഇറങ്ങിയിട്ടുണ്ട്. അതും കുറെ മന്ദപ്പുള്ളോ മന്ദപ്പില്ലാത്തവര് കുറെ അങ്ങനെ. ഇതൊക്കെ കൂടി വാരി വെട്ടി മുണുങ്ങിയിട്ട് ഇവന് കാര്യമായിട്ട് ഈ തറാവീഹിന് വരുന്ന എന്തിനാരങ്ങള് ശേഷം പോയിട്ടുള്ള 10 മണി കഞ്ഞി കുടിക്കാനുള്ള ഒരു എക്സസൈസിന് വേണ്ടി മാത്രം. അള്ളാന്റെ അടുത്തുനിന്ന് ഒരു ഒലക്കും കിട്ടില്ല, വെറുതെ ഏർപ്പാട് നിൽക്കാണ്. ഒന്നും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ആ പള്ളിയിൽ ഈത്തിക്കാഫ് കരുതിയിട്ട് അത് കിട്ടും, വേറെ ഓരോ ഒലക്കും നമസ്കാരം. എന്തിനാണിത്? ഇതിനായിട്ട് മാത്രമുള്ള ഒരു മാസം. എന്നിട്ട് നമ്മൾ പറയാണ് രാവിലെയും രാത്രി 2 തലക്കൊരു ഇങ്ങനെ നിറച്ചിട്ട് നമ്മൾ പറയാം റമദാൻ നല്ല സുഖാട്ടോ, ഒരു ക്ഷീണമില്ല. എങ്ങനെ ക്ഷീണം ഉണ്ടാവുക? എങ്ങനെ ക്ഷീണ സഹോദരന്മാരെ? റമദാൻ അല്ലാത്ത കാലത്ത് ഇയാൾ 59 കിലോനാണ്, റമദാൻ കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് 75 ആയിട്ടുണ്ട്. കുറഞ്ഞിക്കല്ല, കൂടിയിരിക്ക. കാരണം അതിന് മാത്രമാണ്. എന്നിട്ട് ചില ആൾക്കാർക്ക് താങ്ങില്ല, അപ്പൊ ഒരു ഉറങ്ങാണ്, ഒരു വീട്ടിൽ തന്നെ ഉറങ്ങാൻ. അങ്ങനെ ഒരു ഉറക്കം തൂങ്ങികളാക്കി റമദാനെ കളയരുത്. റമദാനിന്റെ ആത്മീയമായ മാനം ശരിക്ക് കൽബിലും ശരീരത്തിലും ഉൾക്കൊള്ളണം. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. റമദാൻ മാസത്തിലുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട് നല്ല ശ്രദ്ധ വേണം. തറാവീഹ് നിസ്കാരത്തിനും വേണല്ലോ ഈമാനൻ വഹ്തിസാബൻ. പടച്ചോനെ എപ്പോഴാ തീരാന്ന് കരുതരുത്. തറാവീഹിന് നമ്മളവിടൊക്കെ ഞാൻ നിസ്കരിച്ചോണ്ട് കത്തോതിട്ടാ നിസ്കരിക്കും. ഞാൻ ഓരോട് പറയും ഇങ്ങനെ നിസ്കരിക്കണം, ഇതിന് പാകൊപ്പിച്ച് നിങ്ങൾ തിന്നു വന്നാൽ മതി. ഇന്നങ്ങൾ പിരാകിയിട്ട് ഒരു കാര്യമില്ല. സൗകര്യമുള്ളവരൊക്കെ ഇഖ്ലാസോടെ കൂടി നിസ്കരിച്ചു. ഏറെ നീട്ടുന്നില്ല, പാകത്തിനുള്ളൂ. ഒരു പേജ് ഓതാൻ അത്ര തോന്നുണ്ടോ? മട്ടത്തിൽ ഫാത്തിഹ ഓതുമ്പോഴേക്ക് പിന്നാകെ 2 ആയത്ത് 3 ആയത്ത് കേൾക്കാണ്ടാകും. ഒന്നൊന്ന് കേൾക്കുമ്പോ അതിന്റെ ഭംഗിയല്ലേ? ഒരു പേജ് ഓതുമ്പോ മാമൂമ് ഫാത്തിഹ ഓതൂലേ? ഫാത്തിഹ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓതുകയാണെങ്കിൽ മറ്റേതെങ്ങനെ ഫാത്തിഹ ഓതണം? മറ്റേ ഫാത്തിഹ ഒരു പട്ടം പറക്കുമല്ലോ, പറ 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 എന്നാണ് ഓതുന്നത്. കാരണം 2 ശ്വാസത്തിലായിട്ട് ഇമാമ് ഫാത്തിഹ ഓതുകയാണ്. 3-ാമത്തെ ശ്വാസത്തിന്റെ 1/4 ശ്വാസത്തിലായിട്ട് സൂറത്ത് ഓതിയിട്ട് പിന്നെ അടുത്ത ശ്വാസത്തിൽ റുക്കൂയിലേക്കാ പോണേ. അങ്ങനെ തീർക്കണേ. അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ. ആരും പരാതിയറില്ല, കാരണം വേഗം തീരണം. ആരാ പരാതി? ആർക്കും പരാതിയില്ല, വേഗം തീർന്നോട്ടെ എന്നാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ അല്ലാഹു അക്ബർ. ഇത് പറയുമ്പോ ബാക്കിലുള്ള മാമൂമെന്തായി ഓതുന്നത്? ഒന്ന് പതുക്കെ ഫാത്തിഹ ഓതാണെങ്കിൽ മാലിക് യൗമിദ്ദീൻ അല്ലാഹു അക്ബർ. എല്ലാ റക്അത്തിലും ഓ മസ്ബൂക്കാണ്. എല്ലാ റക്അത്തിലും ഇമാമിന്റെ കൂടെ മുവാഫിഖല്ല, മസ്ബൂക്കാ. കാരണം ഫാത്തിഹയ്ക്ക് വിശാലമായ ഒരു സമയം കിട്ടീനോ? എവിടെ കിട്ടുന്നത്? ഫാത്തിഹ അങ്ങനെ ഔല് കേൾക്കുമ്പോൾ അങ്ങനെ കുത്തിക്കേക്കല, മട്ടത്തിൽ ഓതണ്ടേ? അതിനൊരു സമയം ശരിക്കും കിട്ടുന്നില്ല. അപ്പൊ ഓന്റെ ഫാത്തിഹ ഇമാമിനെ ഏൽപ്പിക്കാൻ. ഇനി ഇമാമിന്റെ ശരിയായിരിക്കലല്ലേ പിന്നെ ഏറ്റെടുക്കുള്ളൂ. ഇമാമിന്റെ തന്നെ ശരിയില്ല, പിന്നെ എവിടുക്ക ഏറ്റെടുക്കണത്? തള്ളിയാണ് പോകുന്നത്, ലാപ്സായി പോകും, ഒരു കാര്യമില്ലതിന്. അപ്പൊ ഈ മെനക്കെടുന്ന പണിയിൽ കിട്ടണമെങ്കിലേ അതിന്റെ അധ്വാനം ഉണ്ട്. ഞാൻ ദ്വീപിൽ പോയപ്പോ ദ്വീപേർ എന്നോട് പറഞ്ഞേ, ഇവിടൊക്കെ സാധാരണ അലംതറ കൈഫ് ഓതും, 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹ് ഓതും, പിന്നെ 3-ാം റക്അത്തിൽ ലീലാഫി ഓതും, 4-ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹ് 10 ഖുൽ ഹുവല്ലാഹ് ഓതും. അതിനപ്പുറത്ത് അലംതറ മുതൽ ലാസ്റ്റ് വരെ 10 സൂറത്താണല്ലോ. അങ്ങനെ 10. എന്നോട് ഇമാമുക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ഖുൽ ഹുവല്ലാഹ് ആവർത്തിക്കണം, എനിക്കറിയില്ല, അതൊക്കെ നിങ്ങൾ നേർച്ചക്ക് ആവർത്തിച്ചോളി. ഞാൻ വല്ലുഹ മുതൽ താഴോട്ടുണ്ട് ഓതും. അതിന് സൗകര്യമുള്ളൊരു കൂടിക്കൂടി, അല്ലാത്തൊരു പൊയ്ക്കൂടി. ഒറ്റൊന്നും പോയില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ആ സ്പീഡിൽ പോകുന്ന ഖുൽ ഹുവല്ലാഹ് അലംതറ ഓതിയിട്ട് നിങ്ങൾ ആരോ ഫാത്തിഹ ഓതലുണ്ടോ? അപ്പോൾ ഞങ്ങൾ ഫാത്തിഹ ഓതലെന്നല്ല, കാരണം ഞങ്ങളെ ഫാത്തിഹയൊക്കെ ഇമാമിനെ ഏൽപ്പിക്കലാ. അവര് പറഞ്ഞോട് ശരിയാണ് പറയുന്നത്, ഇമാമിനെ ഏൽപ്പിക്കലാണ്. അതെങ്ങനെ? 1-ാം റക്അത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇമാം റുക്കൂ പോയി, ഇയാൾ റുക്കൂ പോയി, ഫാത്തിഹ ഇമാമിനെ ഏൽപ്പിച്ചു. 2-ാം റക്അത്തിൽ ഇയാളിങ്ങനെ എണീറ്റ് സുജൂദ് കഴിഞ്ഞ ഇയാളിങ്ങനെ എണീറ്റ് വന്ന് ഇയാളിങ്ങനെ പതുക്കെ ഫാത്തിഹ ഇങ്ങനെ ഓതി പോതിയാകുമ്പോഴേക്ക് ഇമാം റുക്കൂ പോയി, പിന്നെ ഇയാളും പോയി. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഇമാമിനെ ഏൽപ്പിച്ചു. ഇമാമിന്റെ ഫാത്തിഹ ശരിയല്ല, അപ്പൊ ഇയാളെ ഫാത്തിഹ ഏറ്റെടുക്കാൻ ആരുമില്ല. 4 കൊറ്റത്തിലായി. ആലോചിച്ചു നോക്കി. ഇജാതി പരിപാടിയുള്ള ഒരു കാര്യമില്ല.
നിസ്കരിക്കണതിന് മട്ടത്തിൽ നിസ്കരിക്കണം. അല്ലാഹു തആലാനെ പൊരുത്തം വിചാരിച്ച് സൂക്ഷ്മതയോടെ നിസ്കരിക്കണം. ആ റമളാനിൽ 20 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു പാവം പുറത്തിട്ടില്ല, പിന്നെ ആ പണിക്ക് നിൽക്കേണ്ടിയിരുന്നു. എന്നാ പിന്നെ വേറെ ആർക്കെങ്കിലും പോയിട്ട് ഒരു പാടം കൊത്തി കൊടുത്തിട്ടാണെങ്കിൽ ഒരു കൂലി ചെയ്യുന്നു. അള്ളാഹു